ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും മമ്മിയും കൂടി നമ്മുടെ വടക്കം പറവൂർ ബാവാപ്പള്ളി വരെ ഒന്ന് പോവാണ്. സത്യം പറഞ്ഞ ഇന്ന് പോണ കാര്യത്തിൽ ഞാൻ ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഭയങ്കര മടിയായിരുന്നു. അതിനുള്ള കാരണവും ഞാൻ തന്നെ പറയാം. വെളുപ്പിനൊരു 4:45 അലാം വെച്ച് എഴുന്നേറ്റാണ് ഞാൻ. അപ്പൊ തുടങ്ങി പുറത്ത് നല്ല മഴയായിരുന്നു. എനിക്കാണെങ്കിൽ മഴയുള്ള ദിവസം പുറത്തിറങ്ങാനേ തോന്നാറില്ല. പിന്നെ ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിക്ക് വന്നു. അപ്പോഴും ഞാൻ മമ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് പോണോ, നമുക്കിതൊന്ന് മാറ്റി വെച്ചൂടെ എന്നൊക്കെ. അന്നേരം അപ്പൊ മമ്മി പറഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമ്മൾ പോവാറാവുമ്പോഴേക്കും മഴയൊക്കെ മാറി നിൽക്കുമെന്ന്. കറക്റ്റ് അതുപോലെ തന്നെ സംഭവിച്ചു. 7 മണിയാവാൻ 10 മിനിറ്റ് ഉള്ളപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിട്ടോ. ആകെ കൂടി ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോഡ് മൊത്തം കുണ്ടും കുഴ ആയതുകൊണ്ട് മൊത്തം വെള്ളവും ചെളിയായിരുന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഡയറക്റ്റ് പറവൂർ ബസ് കിട്ടിട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോ ഏകദേശം ഒരു 4 വർഷത്തിന് മേലെയായി ഈ റൂട്ട് പ്രൈവറ്റ് ബസ്സിൽ സഞ്ചരിച്ചിട്ട്. പണ്ട് കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോ പോകുന്ന വഴിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളായിരുന്നു നമ്മുടെ ഈ ഒരു കുറ്റിപ്പുഴയും കുറ്റിയാലും കുടിൽപ്പീടിയൊക്കെ. എക്സാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണും പോലെ തനതായ ഒരു നാടൻ ഗ്രാമീണ സൗന്ദര്യമൊക്കെ ഇപ്പോഴും ഈ സ്ഥലത്തിനുണ്ട് കേട്ടോ. അതുകൊണ്ടാവാം ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട്. ഇതേപോലെ ഉഴുതിട്ട കണ്ടങ്ങളും നിറയെ കൊക്കുകളും കിളികളും താറാവുകളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതും എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ മാഞ്ഞാലി എത്തി. ചെറിയൊരു മഴക്കോളും കാര്യമൊക്കെ കാണുന്നുണ്ട്. പക്ഷെ മൂടിക്കെട്ടി നിന്നതല്ലാതെ പോയി വരുന്നിടം വരെ മഴ പെയ്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 7:40 ആയപ്പോഴേക്കും നമ്മൾ പറവൂർ സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. കൊടുങ്ങല്ലൂർ ബസ് കിട്ടി. അങ്ങനെ ഈ പള്ളിയുടെ അവിടെ വന്ന് ഇറങ്ങി. കുർബാനയ്ക്ക് മുന്നേ തന്നെ അവിടെ എത്തണമെന്ന് ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എത്താനും സാധിച്ചു. പിന്നെ കുർബാനയ്ക്കും 1-2 വേറെയും വഴിപാടുകൾക്കൊക്കെ പേര് എഴുതിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും എഴുതിച്ചതേ നേരെ പള്ളിയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള വളരെ പുരാതനമായ ബാവാപ്പള്ളി എന്നറിയപ്പെടുന്ന വടക്കം പറവൂർ സെന്റ് തോമസ് ജാക്കബിറ്റ് സിറിയൻ ചർച്ച്. ബാവാപ്പള്ളിയുടെ തന്നെ കീഴിലുള്ള MJJ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുർബാനയ്ക്ക് കയറിനേക്കാൾ തൊട്ട് മുമ്പ് തന്നെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്രയ്ക്കൊരു ആത്മീയ നിറവോടും സമാധാനത്തോടു കൂടി ഒരു കുർബാനയിൽ സംബന്ധിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പള്ളിയുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെ കോയിൻസിഡൻസ് ആയിട്ട് ഇവിടെ വരുന്നതും ഇവിടെ ഖബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ അബ്ദുൾ ജലീൽ ബാവയുടെ നാമത്തിൽ മധ്യസ്ഥ യാചിച്ച് അഡ്മിഷൻ എടുത്ത മൊമെന്റും ഒക്കെയാണ്. അതുകൊണ്ടൊക്കെ ആവാം ഒരു സപ്ലി പോലും കൂടാതെ 3 വർഷത്തെ പഠിത്തം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് എനിക്ക് ആ കോളേജിൽ നിന്ന് അഭിമാനത്തോടുകൂടി ഇറങ്ങാൻ സാധിച്ചത്. കാര്യം പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയെങ്കിലും അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എനിക്ക് ബാവയോടും ഈ പള്ളിയോടും ഞങ്ങളുടെ കോളേജിനോടുള്ള ആത്മബന്ധം. അപ്പൊ ഇനി നമ്മളിവിടെ വരാനുണ്ടായ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. ഒരു വഴിപാടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. വളരെ പുരാതനമായിട്ടുള്ള ഒരു 101 പഴുതിന്റെ ആൽവിളക്ക് ഉണ്ട് ഇവിടെ. അപ്പൊ അത് കത്തിക്കാന്നുള്ള ഒരു വഴിപാടാണ് നമ്മൾ നേർന്നിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈം ഒന്നും അല്ലാട്ടോ. ഇതിക്ക് മുന്നേ നമ്മൾ ഈ സെയിം വഴിപാട് ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഈ വീഡിയോയിൽ കാണാൻ കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ദഹിക്കണം എന്നില്ല. ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമാണല്ലോ. സോ അത് അതിന്റേതായ ആദരവോടും ബഹുമാനത്തോടും കൂടി മാത്രം കാണാൻ ശ്രമിക്കുക. അതൊക്കെ പോട്ടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 101 പഴുതുള്ള ആൽവിളക്ക്. ഇവിടെ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വഴിപാടായതുകൊണ്ട് തന്നെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ജാതി മത ഭേദമെന്നേ ഒത്തിരി പേര് ഇത് ചെയ്യാനായിട്ട് കടന്നു വരാറുണ്ട്. ഇന്നും ഞങ്ങളെ കൂടാതെ ഒരു അമ്മച്ചി ഒരു അപ്പച്ചൻ ഇത് ചെയ്യാനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ അവരാണ് കേട്ടോ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കത്തിക്കാനായിട്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ ആ അമ്മച്ചിയോട് ചോദിച്ച ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു കേട്ടോ. അവർ ഈ ഇടവകയിൽ തന്നെ ഉള്ളവരാണ്. എനിക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ അമ്മച്ചി പറഞ്ഞു തന്നിരുന്നു കേട്ടോ. എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ കത്തിക്കണം, എല്ലാ കാര്യങ്ങളും അമ്മച്ചി പറഞ്ഞു തന്നു. കാര്യം ഇതൊക്കെ മുന്നേ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഒത്തിരി വർഷമായിട്ടും അത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും കൂടി ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ ഏകദേശം അമ്മച്ചിയുടെ കത്തിച്ചു കഴിഞ്ഞിട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും നമ്മളോട് യാത്രയൊക്കെ പറഞ്ഞു പോയി. ഇനി വേണമെങ്കിൽ നമുക്ക് കത്തിച്ചു തുടങ്ങാം. പക്ഷെ ഏതായാലും അവര് കത്തിച്ചതല്ലേ, കുറച്ച് ടൈം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ശരിക്കും ഈ ഒരു വഴിപാട് നേർന്നതിന്റെ പിന്നിലുള്ള പ്രേരണ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ജീവിതത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അടിക്കടി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവവിശ്വാസത്തിൽ നിന്ന് തെന്നി മാറിപ്പോകുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നിട്ട് ഒരിക്കൽ പോലും മമ്മി പരാതിയും പരിഭവവും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചുരുക്കി പറഞ്ഞ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് മാത്രമാണ്. പിന്നെ ഇവിടെ മാത്രമൊന്നല്ല കേട്ടോ, വർഷാവർഷം നമ്മുടെ വാപ്പാൽശ്ശേരി പള്ളിയിലും പള്ളിയുടെ കല്ലിട്ട പെരുന്നാളിനോടനുബന്ധിച്ച് 1-2 വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇൻ കേസ് ഇനി എന്തെങ്കിലും കാരണവശാൽ മമ്മിക്ക് പോവാൻ സാധിച്ചില്ലെങ്കിൽ മമ്മിയുടെ വീട്ടിൽ ആരെങ്കിലും ഒരാള് ആ ഒരു വഴിപാട് ചെയ്യാനായിട്ട് അവിടെ പോവാറുണ്ട്. പിന്നെ മമ്മിയെ സംബന്ധിച്ചിടത്തോളം മമ്മിക്ക് ഇതുപോലുള്ള പുണ്യപ്പെട്ട സ്ഥലങ്ങളിലും പള്ളികളിലൊക്കെ പോവാനാണ് കൂടുതലും താല്പര്യം. അതൊക്കെ പോട്ടെ. വിളക്കൊക്കെ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് തീരെയൊക്കെ ഇട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു തുടങ്ങിട്ടോ. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഈ പള്ളിയിൽ വന്ന് ഈ ഒരു വഴിപാട് നമ്മൾ ചെയ്യണത്. വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നത്
ചെയ്യുമ്പോ ഉള്ളിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെ ഇന്ന് കാണുന്ന ഞങ്ങളാക്കി തീർത്തതിന് പിന്നിൽ ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ഓർത്തിരുന്നു. ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് 3 വയസ്സുള്ള എന്നെ എടുത്തുകൊണ്ട് മരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട മമ്മിക്ക് മുന്നിൽ ജീവിക്കാനുള്ള പ്രേരണ കൊടുത്ത ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. അന്ന് ഞങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇട്ടിരുന്ന വസ്ത്രം മാത്രമായിരുന്നു. അതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു പരിവർത്തനം എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നും ആയിരുന്നില്ല. ജീവിക്കാനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അന്നേരം ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് ആകെയുള്ള ഞങ്ങളുടെ കൈമുതൽ എന്ന് പറയുന്നത് ദൈവത്തിലുള്ള അടിവറച്ച വിശ്വാസം മാത്രമായിരുന്നു. സത്യം പറഞ്ഞ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ പണ്ടത്തെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് കുറച്ചധികം ഇമോഷണൽ ആയി പോയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നല്ല, ഇതുപോലുള്ള പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെ ഒക്കെ മധ്യസ്ഥ യാചിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും നമ്മളെ കൈവിടിയില്ല. അങ്ങനെ നമ്മുടെ വിളക്ക് കത്തിക്കൽ ഇവിടെ ഏറെക്കുറെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാവയുടെ കബറിങ്ങയും ഫ്രണ്ടിലത്തെ കൽക്കുരിശിങ്ങയൊക്കെ തിരികൊളുത്താനായിട്ട്. ഞങ്ങൾ ഇതിവിടെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി അക്രൈസ്തവരായിട്ടുള്ളവരും വന്ന് പ്രാർത്ഥിച്ചു മടങ്ങാൻ തന്നെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു കേട്ടോ. അവരുടെ വിശ്വാസവും ഭക്തിയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് ബഹുമാനം കേട്ടോ തോന്നിയത്. മാത്രമല്ല അവിടെ ഞാൻ ചെലവഴിച്ച ഓരോ നിമിഷവും എനിക്കൊരു ഇന്നർ പീസ് ഫീൽ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് പള്ളിയിലാണ്. അതിപ്പോ ഇന്ന പള്ളി എന്നൊന്നുമില്ല, ഏത് പള്ളി ചെന്നാലും എനിക്ക് വല്ലാത്തൊരു റിലീഫാണ് കിട്ടാറ്. ആ ഒരു ഫീലിങ്സ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് മാത്രമല്ല, ചിലപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. ഇതാണ് കേട്ടോ പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഒരു കൽക്കുരിശ്. ജൂലൈ 3 ദുഃഖ്രോനിക്കും ബാവയുടെ ശ്രാദ്ധ പെരുന്നാളിനൊക്കെ 1-2 തവണ വേറെയും ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നൊന്നും അടുക്കാൻ പോലും പറ്റത്തില്ല, അത്രയും ആൾക്കൂട്ടായിരിക്കും. സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ വരുന്നവര് ഇടദിവസം വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്തായാലും ഞങ്ങൾ രണ്ടാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ ഇവിടെ വരാനും കുർബാനയിലൊക്കെ സംബന്ധിക്കാനും വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ വരാൻ നിമിത്തമായത് മമ്മിയാണ്. മമ്മിയുടെ ഒരാളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നത്. എന്തായാലും മമ്മിയും ഒത്തിരി ഹാപ്പിയാണ്. ആളുടെ സന്തോഷമാണല്ലോ നമുക്കും വലുത്. ഇതേപോലുള്ള പള്ളികളിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് പോകാനായിട്ട് മമ്മി ഇത്ര ആഗ്രഹവും സന്തോഷവും പ്രകടിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇതേപറ്റി ചോദിച്ചപ്പോഴായാലും മമ്മി പറഞ്ഞത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ഇതേപോലുള്ള മോഹങ്ങളും ആഗ്രഹങ്ങളും മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ എന്നാണ്. ഒരു മകൾ എന്ന നിലയ്ക്ക് ഇവിടെ നാട്ടിലുള്ളപ്പോ ഇതുപോലുള്ള മമ്മിയുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണല്ലോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.